ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിജിത്ത്. ഒപ്റ്റിമിസ്റ്റ് APB എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഫിസിക്സ് വിദ്യാർത്ഥികളോടാണ്. BSc ഫിസിക്സ്, MSc ഫിസിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ കൃത്യമായി പഠിക്കുന്നു. എഞ്ചിനീയറിംഗിലായാലും നിങ്ങൾ ഫിസിക്സ് എന്ന വിഷയം വളരെ കാര്യമായി തന്നെ പഠിക്കുന്നു. പക്ഷേ ഫിസിക്സ് എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? എത്രമാത്രം മനസ്സിലാക്കിയാണ് നിങ്ങൾ ഫിസിക്സ് എന്ന വിഷയം പഠിക്കുന്നത്? മനസ്സിലാക്കി പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിനെ വളരെയധികം പേടിയായിരിക്കും അല്ലേ? എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫിസിക്സ് എന്നുള്ള വിഷയം വളരെ സൗന്ദര്യമുള്ള ഒരു വിഷയമാണ്. അത് മനസ്സിലാക്കി പഠിക്കുന്നുവെങ്കിൽ ലെറ്റ്സ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ഫിസിക്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ക്വാണ്ടം മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് തുടങ്ങിയ ഫിസിക്സിലെ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ലെക്ചർ സീരീസ് ആരംഭിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ്ലി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിരിക്കും. ആദ്യം തന്നെ ഫിസിക്സ് എന്നുള്ള ഒരു വിഷയം പഠിക്കണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചു വരുന്ന ബൈഹാർട്ടിംഗ് രീതി എന്നുള്ളതിൽ നിന്ന് മാറി ടെക്സ്റ്റ് ബുക്കുകളിലെ കൺസെപ്റ്റുകൾ, പ്രോബ്ലംസ് എന്നിവ വളരെ കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന വിഷയമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലെ ബേസിക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ഡേവിഡ് ജെ ഗ്രിഫിത്തിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്നുള്ള ടെക്സ്റ്റ് ബുക്കിനെ ഓറിയന്റഡ് ആയി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ലെക്ചർ സീരീസ് ആരംഭിക്കുകയാണ്. അതിനുശേഷം തുടർന്നുള്ള വിഷയങ്ങളും നമ്മൾക്ക് കൈകാര്യം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ ഒരു ലെക്ചർ സീരീസിന്റെ കാര്യം നിങ്ങൾ ഫിസിക്സുമായി താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ബൈഹാർട്ടിംഗ് രീതിയിൽ നിന്ന് മാറി വിഷയത്തെ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ എക്സ്പേർട്ടായി മാറാൻ വേണ്ടി സാധിക്കൂ എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വെക്കുക. BScക്കോ MScക്കോ ഒരുപാട് മാർക്കുകൾ നേടുക എന്നുള്ളതല്ല, പകരം വിഷയം എത്രത്തോളം നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഫ്യൂച്ചറിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് മറക്കാതിരിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കറിയാം, നമ്മൾ നടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ് അല്ലെ? എല്ലാവരും പഠിക്കുന്നു എന്താണ് ഫ്രിക്ഷന്റെ ഡെഫിനിഷൻ, എല്ലാവരും അത് പേപ്പറിലേക്ക് എഴുതുന്നു, എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങുന്നു, ഹാപ്പി. എന്നാൽ ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തെല്ലാമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി മറ്റൊരു കാര്യം, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടാകും, പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുമുണ്ടാകും. പക്ഷെ അത് എന്താണെന്നോ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നോ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകില്ല. മറ്റൊരു കാര്യം, എന്താണ് മാക്സ്വെൽ ഇക്വേഷൻ? മാക്സ്വെൽ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ 4 ഇക്വേഷൻസ് അങ്ങ് ബൈഹാർട്ട് പഠിച്ച് പറയുമായിരിക്കും. പക്ഷെ ഇതിന് ഫിസിക്സിലുള്ള സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഈ ഒരു ലെക്ചർ സീരീസ് വഴി നിങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഡേവിഡ് ജെ ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നന്നായി പഠിക്കാം. അതുവഴി ഫിസിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്നുള്ള വിഷയം നമുക്ക് നന്നായി മനസ്സിലാക്കാം. ഈ ഒരു വിവരം നിങ്ങളുടെ ഫിസിക്സുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൈമാറുക, അധ്യാപകർക്ക് കൈമാറുക. വരും ദിവസങ്ങളിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലെ ലെക്ചറുമായി കാണാം. ബൈ.